കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ചെറിയ തിരുവചന ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഇന്ന് നമ്മുടെ ആത്മീക ലോകത്തും അപ്പോൾ തന്നെ ഭൗതിക ലോകത്തും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പ്രതികരിക്കുക, ഇല്ലെങ്കിൽ പ്രതികാരം ചെയ്യുക എന്നുള്ള ഒരു പ്രവൃത്തി. ഞാൻ ഈ മെസ്സേജ് നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവമക്കൾ ഇത് ചിന്തിക്കണം. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പ്രതികാരം നമുക്ക് ചെയ്യാമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ പ്രതികാരം ചെയ്യരുത് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അത് നമ്മുടെ വിഷയത്തിലല്ല, മറ്റുള്ളവരുടെ വിഷയം വരുന്ന സമയത്ത്. ഇപ്പോൾ ഞാനൊരു പാസ്റ്ററാണ്, ഞാനൊരു സഭാ ശുശ്രൂഷകനാണ്. അപ്പോൾ നമ്മുടെ വിഷയമല്ലാതെ, ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയുന്നതല്ല, ഒരു കോമൺ ഫാക്റ്റ്, നമ്മുടെ വിഷയങ്ങളല്ലാതെ വിഷയങ്ങൾ വിശ്വാസികൾക്കോ മറ്റ് വ്യക്തികൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും പ്രതികാരം ചെയ്യേണ്ട, ദൈവപ്രവൃത്തിക്കായിട്ട് പ്രാർത്ഥനയോടെ കാത്തിരിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ നമ്മുടെ വിഷയം വരുമ്പോൾ നമ്മൾ ഇത് ചെയ്യാറുണ്ടോ? നമുക്ക് പലപ്പോഴും പ്രതികാരം ചെയ്യാൻ നമ്മൾ തുനിഞ്ഞില്ലെങ്കിലും അങ്ങനെയുള്ള ചിന്തകൾ പോലും നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. നമ്മളെ പലപ്പോഴും വിഷമിപ്പിക്കുന്നതായിരിക്കാം വിഷയങ്ങൾ, നമ്മളെ ഭാരപ്പെടുത്തുന്നതായിരിക്കാം, നമ്മൾ ചെയ്യാത്ത ഒരു വിഷയമായിരിക്കാം. പലപ്പോഴും നമുക്കെതിരെ വ്യക്തമായ ആരോപണങ്ങളില്ലെങ്കിൽ നമുക്കെതിരെ വ്യക്തമായ കുറ്റാരോപണങ്ങൾ നമുക്കെതിരെ പൊന്തി വരാറുണ്ട്. ആ അപവാദങ്ങൾ നമുക്കെതിരെ കടന്നു വരാറുണ്ട്. പലപ്പോഴും നമ്മൾ എന്തുകൊണ്ട് കർത്താവ് എന്ന് നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്. ഇനി ഈ പറഞ്ഞ വ്യക്തികളെ നമ്മുടെ ചിന്തയിൽപ്പെട്ട, ഇല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ, നമുക്ക് മാനുഷികമായിട്ട്, ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അത് വരാം, അവരോടൊരു വിഷമം നമുക്ക് തോന്നാതിരിക്കത്തില്ല, നമ്മൾ മനുഷ്യരല്ലയോ, തോന്നും. പക്ഷേ നമ്മൾ പ്രതികാരം ചെയ്യാമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ സമയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. റോമലേഖനം 12-ാം അധ്യായത്തിൻ്റെ 19-ാമത് വാക്യം: പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യും എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അപ്പം പ്രതികാരം ആര് ചെയ്യും? ദൈവം ചെയ്യും. മനുഷ്യനീതി എന്ന് പറയുന്നതുകൊണ്ട് ദൈവനീതി എന്ന് പറയുന്നൊരു വിഷയമുണ്ട്, അല്ലേ? മനുഷ്യനീതി പലപ്പോഴും അവനവൻ്റെ സ്റ്റാൻഡിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ചാണ് മനുഷ്യനീതി വെളിപ്പെടുന്നത്. അവർക്ക് പലതായ ഫേവറേറ്റ് ഉണ്ട്, പാഷ്വാലിറ്റിയൊക്കെ ഉണ്ട് മനുഷ്യർക്ക്. എന്നാൽ ദൈവത്തിന് അതില്ല. ദൈവനീതി ഷാർപ്പാണ്. വ്യക്തമായിട്ട് ദൈവനീതി എന്ത് ചെയ്യും? വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. അതിനകത്ത് ഒരു സംശയമില്ല. എന്നാൽ മനുഷ്യനീതി പലപ്പോഴും നമുക്ക് അനുകൂലമല്ലാതിരിക്കുന്ന സാഹചര്യങ്ങളും വരും. അതിനെ ഓർത്ത് ദൈവമക്കളായി നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ വ്യവഹാരത്തിൽ ഇടപെടുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം: നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യം ഉണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല, അഭക്തന്മാരുടെ മുൻപിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നു. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അറിയുന്നില്ലേ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിക്കുവാൻ നിങ്ങൾ അയോഗ്യനോ എന്നാണ് ആ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ നമ്മൾ പലപ്പോഴും വ്യവഹാരത്തിന് വേണ്ടി മറ്റ് പല മേഖലകളെ എന്ത് ചെയ്യാറുണ്ട്? സമീപിക്കാറുണ്ട്. ഇന്നത്തെ നമ്മുടെ ലീഗൽ സെറ്റിൽമെൻറ്റ് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം നിയമം, കോടതി, ഇതെല്ലാം നമുക്കുണ്ട് ഇവിടെ. ഇതെല്ലാം ദൈവം വെച്ചതാണ്, മനുഷ്യൻ വെച്ചതല്ല. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങളിൽ സ്തോത്രം നമ്മൾ ദൈവത്തോടല്ലേ പരിഹാരം അന്വേഷിക്കേണ്ടത്? ദൈവത്തോടല്ലേ സ്തോത്രം നമ്മൾ പരിഹാരം തേടേണ്ടത്? ദൈവമല്ലേ അതിന് പരിഹാരം വരുത്തേണ്ടത്? പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് നിങ്ങളിൽ എന്തെങ്കിലും വസ്തുസംബന്ധമായോ മറ്റു വിഷയങ്ങളിലോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ന്യായാധിപന്മാരുടെ അടുക്കൽ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി നിങ്ങളതിന് പരിഹാരം നേടണം എന്ന് തിരുവചനത്തിൽ നമുക്കറിയാം. ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിലേക്കും 21-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ, 25-ലൊക്കെ വരുമ്പോൾ നമുക്ക് ഈ വ്യവഹാരങ്ങളെക്കുറിച്ച് കാണപ്പെടുന്നുണ്ട്. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, മാനുഷികമായ വ്യവഹാരങ്ങൾക്ക് നിൽക്കാതെ ദൈവപ്രവൃത്തിക്ക് നമ്മൾ ഇടം കൊടുത്താൽ കർത്താവിൻ്റെ നീതി ഷാർപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ സന്ദേശം കേൾക്കുന്ന ഒരുപക്ഷെ അഭിഷിക്തന്മാർ, ദൈവമക്കൾ, വിശ്വാസികൾ ഒക്കെ ഈ സന്ദേശം കേൾക്കുന്നുണ്ടായിരിക്കാം. ചില സാഹചര്യങ്ങളിൽ നമുക്ക് പ്രതികരിക്കാൻ അവസരമുണ്ടായിട്ടും നമ്മൾ പ്രതികരിക്കാതിരുന്നു. സ്തോത്രം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു, നമ്മൾ ചെയ്തില്ല. പകരം മൗനമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആ വിഷയം വിട്ടുകൊടുത്ത് നമ്മൾ മാറിയെങ്കിൽ
അതിനകത്ത് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ അനുഭവങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വന്നിട്ടില്ലേ? ദൈവത്തിൻ്റെ ന്യായവിധി ചലിച്ചിട്ടില്ലേ? നിശ്ചയമായും ചലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവകോപത്തിനിടം കൊടുക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവനീതി നിശ്ചയമായിട്ടും വെളിപ്പെട്ടു വരും. നിനവേ പട്ടണത്തോടുള്ള ബന്ധത്തിൽ സ്തോത്രം, നഹൂം പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ പ്രതികാരത്തിൻ്റെ ദൈവമാണ്, അവൻ പ്രതികാരം ചെയ്യും. അപ്പോൾ ദൈവം പ്രതികാരം ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി അതിനകത്ത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. ദൈവകോപത്തിനിടം കൊടുത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.